hello. So in this video, we will OET Speaking test. We will confidently present it. So to start with, first point is having a good eye contact with the listener. നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും കണ്ണിൽ നോക്കിയിട്ട് വേണം സംസാരിക്കാൻ because that shows our confidence in our points and arguments. നമ്മൾ എന്താണോ പറയുന്നത് അതിൽ കൃത്യമായിട്ടുള്ള കോൺഫിഡൻസ് നമുക്കുണ്ടെന്നുള്ളത് കാണിക്കാനാണ് when we look into their eyes and speak, that shows our confidence. Okay, അതേസമയം നമ്മൾ താഴ്ത്തി നോക്കി പറയാ, സൈഡിൽ നോക്കുക, just having another look and all gives a wrong idea എന്ന് മാത്രമല്ല നമുക്ക് വലിയ ധാരണ ഇല്ല എന്നുള്ള ഒരു ഐഡിയ ആണ് അവർക്ക് കിട്ടുക. We are not confident about what we are communicating. So definitely you need to make sure that you have a good eye contact or you maintain a proper eye contact with the listener. Okay, so that was the step one. The second point is body language. നമ്മളൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഈ പറയുന്ന പോലെ പോസ്റ്റേഴ്സ് ആൻഡ് ഗെസ്റ്റേഴ്സ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. സോ ഞാനിപ്പോൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും അൺനെസസറി ആയിട്ടുള്ള ഹാൻഡ് മൂവ്മെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ് ആൻഡ് ഈവൻ ദ ലിസണേഴ്സ് വിൽ ബി ലൂസിങ് ദർ ഇൻട്രസ്റ്റ്. ഓക്കെ, സോ മൈ ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഷുഡ് ബി ക്ലിയർലി റെലവൻറ്റ് ടു വാട്ട് ഐ എം സ്പീക്കിംഗ്. എൻ്റെ കമ്മ്യൂണിക്കേഷനായിട്ട് മാച്ച് ചെയ്യുന്ന ഹാൻഡ് മൂവ്മെൻറ്റ്സോ അല്ലെങ്കിൽ വാട്ട് എവർ മൂവ്മെൻറ്റ്സ് ഇറ്റ് നീഡ്സ് ടു ബി or it needs to match with what I'm saying or what I'm communicating. So ഈ പറയുന്ന പോസ്റ്റർ ആൻഡ് ദ വേ ഐ എം സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ദ വേ യു സിറ്റ് ഓർ സ്റ്റാൻഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങി ഇങ്ങനെ ലേസി ആയിട്ടുള്ള പോലെ ഒരു ഇരിക്കുക, അല്ലെങ്കിൽ പിന്നെ കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ കൈ കൂട്ടിപ്പിടിച്ച് നിൽക്കുക, അങ്ങനത്തെ ഒരു രീതിയൊക്കെ ഈ പറയുന്ന ലിസണേഴ്സിന് ഒരു റോങ് ഇംപ്രഷനാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ബാഡ് ഇംപ്രഷൻ തന്നെ പറയാം. ബിക്കോസ് they can clearly understand that you are nervous or you are not even confident about your communication. So have a good body posture and also necessary movements and gestures. Apt ആയിട്ടുള്ള gestures ആയിരിക്കണം. അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ആപ്റ്റ് ആയിട്ടുള്ള ഗെസ്റ്റേഴ്സ് ആയിരിക്കണം നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ടത്. Or else it will be having or it will be giving a wrong impression or a bad impression to the listeners. So that was an important point. And now moving on to the third one, having a polite smile. അതായത് എപ്പോഴും ചിരിക്കണം എന്നല്ല, ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ടു ബി പൊളൈറ്റ് ആൻഡ് ടു ഹാവ് എ സ്മൈൽ ഓൺ യുവർ ഫേസ്. പക്ഷേ ഈ പറയുന്ന പോലെ സിറ്റുവേഷൻ ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ യു കനോട്ട് ഹാവ് എ സൗണ്ട് ലാഫ്റ്റർ ഓർ എൽസ് ഭയങ്കരമായിട്ട് കൂളായിട്ട് എടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് യു ആർ വർക്കിംഗ് ഇൻ എ ഹെൽത്ത് സ്പേസ്, ഓക്കെ, ഓർ ഹെൽത്ത് കെയർ സെക്ടർ. അപ്പോൾ അങ്ങനത്തെ ഒരു സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്ക് അത്യാവശ്യം സീരിയസ്നെസ് വേണം, ബട്ട് യു നീഡ് ടു ഹാൻഡിൽ പേഷ്യൻസ്. ഇപ്പോൾ പേഷ്യൻസിനോടോ ബൈ സ്റ്റാൻഡേഴ്സിനോടോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ യു നീഡ് ടു ഹാവ് എ പൊളൈറ്റ് മാനർ ആൻഡ് ഓൾസോ ഹാവ് എ ഗുഡ് ആൻഡ് ആപ്റ്റ് സ്മൈൽ. ഓക്കെ, ചെറിയൊരു പുഞ്ചിരി എപ്പോഴും വേണം. ദാറ്റ്സ് ഇറ്റ്. So that was the third point, having a polite smile. Now moving on to the next one. The fourth point is talk slowly and calmly. അതായത് നമ്മൾ തിരക്കിട്ട് സംസാരിക്കരുത്. നമ്മൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി OET സ്പീക്കിംഗ് ടെസ്റ്റിൽ നമ്മൾ പറയുന്നത് അവർക്ക് കൃത്യമായിട്ട് നമ്മൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. സോ ആ ടൈമിൽ നമ്മൾ നെർവസ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ് നമുക്ക് അറിയാത്തതിൻ്റെ ഒക്കെ വി ഷുഡ് നോട്ട് ഷോ ഇറ്റ് ഇൻ അവർ ബോഡി ലാംഗ്വേജ് ഓർ എൽസ് നമ്മൾ തിരക്കിട്ട് പറഞ്ഞു പോകരുത്. ഫാസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ദേ ക്യാൻ ആക്ച്വലി അണ്ടർസ്റ്റാൻഡ്, ഓക്കെ, സോ ദേ ആർ നോട്ട് ഈവൻ കോൺഫിഡൻറ്റ് അബൌട്ട് ദ പോയിന്റ് ദേ ആർ സ്പീക്കിംഗ് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സോ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി കൊടുത്ത് പതുക്കെ ക്ലിയർ ആക്കി കൊടുത്തിട്ട് വേണം നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആക്കാൻ. സോ അവിടെ ഒരുപാട് തിരക്കിട്ട് നമുക്കിത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടിക്ക് പോകാൻ എന്നുള്ള ലെവലിലായിരിക്കരുത്. വി നീഡ് ടു ടോക്ക് സ്ലോലി ആൻഡ് ക്ലിയർലി ആൻഡ് ഇൻ എ പ്രോപ്പർ ഓഡിബിൾ മാനർ. Okay, so that was the point number 4. So follow all these 4 steps in order to show that you are quite confident in your OET speaking test. So I hope this video was really helpful for you, and for more such informational videos, stay tuned.